Hello everyone, welcome back to yet another interesting episode of Doc Talks. ഞാൻ ഫാത്തിമ മെഹറിൻ, തേർഡ് ഇയർ BHMS സ്റ്റുഡന്റ്, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങും അവയർനെസ്സും ഇല്ലെങ്കിൽ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അലർജി. അപ്പൊ അലർജിയെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനും അതിന്റെ ഹോമിയോപ്പതിക് ആസ്പെക്ട് നമ്മളിലേക്ക് എത്തിക്കാനും വേണ്ടി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ മിഥുൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെറ്റീരിയ മെഡിക്ക, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. നമസ്കാരം സർ. എന്താണ് അലർജി? അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് വരുന്ന ചെറിയ ചില വ്യതിയാനങ്ങളാണ് അലർജിക്ക് കാരണമാകുന്നത്. ഭൂരിഭാഗം ആളുകളിലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിരുപദ്രവകാരികളായ ചില പദാർത്ഥങ്ങളോട് നമ്മളുടെ ശരീരം അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ഇത്തരം പദാർത്ഥങ്ങളെ നമ്മൾ അലർജനുകൾ എന്ന് വിളിക്കുന്നു. ഈ അലർജി ഉള്ള ഒരു പേഷ്യന്റില് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ? സാധാരണയായി പല ലക്ഷണങ്ങളും ഒരു അലർജിയുള്ള പേഷ്യന്റിൽ നമുക്ക് കാണാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നിർത്താതെയുള്ള മൂക്കൊലിപ്പ്, തുടർച്ചയായ തുമ്മൽ, തൊണ്ട, മൂക്ക്, കണ്ണ് ചൊറിച്ചിൽ, അതേപോലെ തന്നെ ചുമ, വലിവ്, ശ്വാസം മുട്ട്, ചർമ്മത്തിലുള്ള ചൊറിച്ചിൽ, അതേപോലെ തടിപ്പ്. ഭക്ഷണത്തിനോടുള്ള അലർജി ആണെങ്കിൽ വയറുവേദന, വയറിളക്കം, ഛർദിൽ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് നാം കാണുന്ന അലർജിയുടെ ലക്ഷണം. നമ്മുടെ ചുറ്റുപാടുമുള്ള അതായത് നമ്മുടെ ഇപ്പോഴും ജീവിതശൈലിയോടനുബന്ധിച്ച് നോക്കുമ്പോൾ ചുറ്റുപാടും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അലർജൻസ് ഏതൊക്കെയാണ് സർ? അതെ, ചുറ്റുപാടും കാണപ്പെടുന്ന അലർജൻസിനെ പറ്റിയുള്ള ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അലർജിയുടെ പ്രതിരോധത്തിനും അതേപോലെ ചികിത്സക്കും ഇവ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ്. ഒന്നാമതായിട്ട് നമ്മളുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന അലർജനുകൾ, അതിൽ പൊടി, പുക, പൂമ്പൊടി, പൂപ്പൽ, അതേപോലെ നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന വളർത്തു മൃഗങ്ങളുടെ രോമങ്ങൾ, വളർത്തു പക്ഷികളുടെ തൂവല്, കാഷ്ടം, ഇതൊക്കെയാണ് സാധാരണ അന്തരീക്ഷത്തിലൂടെ വരുന്ന അലർജനുകൾ. പിന്നെ ഭക്ഷണത്തിലൂടെ വരുന്ന അലർജനുകളുണ്ട്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പാല്, മുട്ട, സോയാബീന്, ഗോതമ്പ്, അതേപോലെ തന്നെ നിലക്കടല, പിന്നെ ചില കടൽ മത്സ്യങ്ങൾ, കട്ടിയുള്ള അല്ലെങ്കിൽ പുറന്തോടുകളുള്ള ഷെൽഫിഷ് എന്ന് പറയുന്ന കടൽ മത്സ്യങ്ങൾ, ഞണ്ട്, ചെമ്മീൻ, കല്ലുമ്മക്കായ പോലെയുള്ളവ, പിന്നെ ചില ഫ്രൂട്ട്സുകളും അലർജി ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആസ്മ പേഷ്യൻസിലൊക്കെ തണ്ണിമത്തൻ, അതേപോലെ അമിതമായി പുളിപ്പുള്ള ചില ഫ്രൂട്ട്സുകൾ, ആപ്പിള്, കിവി, ഇതൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഓറൽ അലർജിക് സിൻഡ്രം എന്ന ഒരു അവസ്ഥ കൂടി ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു അലർജിക് മാനിഫെസ്റ്റേഷൻ വരുന്നത് അലോപ്പതിക് മരുന്നുകളുടെ അലർജിയാണ്. പെൻസിലിൻ, അതേപോലെ ആസ്പിരിൻ, സൾഫ ഡ്രഗ്സ് ഒക്കെ നമുക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണ നമുക്ക് കാണുന്ന അലർജൻസ്. അലർജിയും ആസ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അലർജിയും ആസ്മയും നല്ല ബന്ധമുള്ള അസുഖങ്ങളാണ്. അതായത് ആസ്മക്ക് നമ്മൾ പല രീതിയിൽ ആസ്മയെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് അലർജിക് ആൻഡ് നോൺ അലർജി. ഇതിൽ ശതമാനക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 50 മുതൽ 90% വരെ ആസ്മ രോഗികൾക്ക് അതിൻ്റെ കാരണം അലർജിയാണ്. അത് തന്നെ ആസ്മയും അലർജിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നു. അതേപോലെ തന്നെ അലർജിക് റൈനൈറ്റിസ്, അതായത് മൂക്കൊലിപ്പ്, ജലദോഷം, തുമ്മൽ, ഇതൊക്കെയുള്ള രോഗികളിൽ രോഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആവശ്യമായ നല്ല ചികിത്സ എടുത്തില്ലെങ്കിൽ പലപ്പോഴും ഈ രോഗം ആസ്മയായി മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ പലതരത്തിലുള്ള അലർജികൾ ഉണ്ടല്ലോ സർ. ഏതൊക്കെയാണ് ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് അലർജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അതെ, പല തരത്തിലുള്ള അലർജികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അലർജനുകൾ പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ഭക്ഷണത്തിലൂടെ വരുന്നത്, രണ്ടാമത്തത് അന്തരീക്ഷത്തിലൂടെ വരുന്നത്, മൂന്നാമത്തത്
മരുന്നുകളോടുള്ള അലർജി, നാലാമത്തത് വിഷപദാർത്ഥങ്ങൾ, അതായത് ഉറുമ്പ് അല്ലെങ്കിൽ തേനീച്ച, കടന്നൽ എന്നിവയോടുള്ള വിഷങ്ങളോടുള്ള അലർജി. അതേപോലെ പിന്നെ വരുന്ന ഒരു അലർജിയാണ് ത്വക്ക് അലർജി, അതായത് ചർമ്മരോഗങ്ങൾ, അലർജിക് സ്കിൻ ഡിസീസസ് എന്ന് പറയും. ഇതിൽ 3 പ്രധാനപ്പെട്ട തരങ്ങളുണ്ട്. ഒന്നാമത്തതാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്ന ചർമ്മത്തിൽ ചുവന്ന് ചൊറിഞ്ഞ് തടിച്ചു വരുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജനുകളോട് നേരിട്ട് ഉള്ള സാമീപ്യമോ നേരിട്ടുള്ള സമ്പർക്കമോ കാരണം വരുന്ന ഒരു ചർമ്മരോഗമാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. മൂന്നാമതായിട്ട് പറയുന്നതാണ് നമ്മൾ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ അറ്റോപിക് എക്സിമ എന്ന് പറയും. ഇത് 5 വയസ്സുള്ള കുട്ടികളിൽ, അതിലും താഴെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. തല, മുഖം, അതേപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ മടക്കുകൾ, കൈകാൽ മടക്കുകൾ എന്നീ സ്ഥലങ്ങളിലാണ് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കൂടുതലായി കാണുന്നത്. ശരീരം വരണ്ടുണങ്ങി ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അവസ്ഥയാണിത്. ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള പ്രധാനപ്പെട്ട അലർജിയുടെ ക്ലാസിഫിക്കേഷൻസ്. നമുക്കപ്പോ ഈ അലർജി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് സർ? അലർജി എന്ന അസുഖം നേരത്തെ തന്നെ തിരിച്ചറിയുന്നതും അതിൻ്റെ ചികിത്സ നേരത്തെ തന്നെ തുടങ്ങുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ രക്തപരിശോധനകൾ നടത്തുന്നുണ്ട്. രക്തപരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, AEC എന്ന് പറയും. രക്തത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഒരു വകഭേദമായ ഈസിനോഫിൽസ് പൊതുവെ അലർജിയുള്ള രോഗികളിൽ ഉയർന്നതായി കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ IgE ആൻറ്റിബോഡി സാധാരണ അലർജിയുള്ള വ്യക്തികളിൽ കൂടുതലായി കാണപ്പെടാറുണ്ട്. 2 തരം IgE ഉണ്ട്, ടോട്ടൽ IgE കൗണ്ടും സ്പെസിഫിക് IgE കൗണ്ടും. ഇത് രണ്ടും നമ്മൾ അലർജിയുള്ള വ്യക്തികളിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നോക്കാറുള്ളതാണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് തൊലിപ്പുറത്തുള്ള ഒരു അലർജി ടെസ്റ്റാണ്. സംശയമുള്ള അലർജനുകൾ വളരെ ചെറിയ അളവിൽ തൊലിപ്പുറത്തേക്ക് കുത്തിവെച്ച് അതിൻ്റെ റിയാക്ഷൻ പഠിച്ച് രോഗനിർണയം നടത്തുന്ന ഒരു രീതിയാണിത്. പിന്നെ ഫുഡ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു അലർജി ടെസ്റ്റ് ഉണ്ട്. ഭക്ഷണത്തോട് അലർജിയുള്ള വ്യക്തികൾക്ക് ഈ അലർജിയുള്ള ഭക്ഷണം കൊടുത്ത്, ആദ്യം കുറച്ച് ചെറിയ അളവിൽ കൊടുത്ത്, പിന്നീട് ഒരു നിശ്ചിത അളവ് വരെ കൊടുത്ത് അതിനോടുള്ള അലർജി അത് പഠിക്കുന്ന ഒരു ടെസ്റ്റാണിത്. അവസാനമായിട്ട് നമ്മൾ സാധാരണയായി ചെയ്യുന്ന കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് നേരത്തെ പറഞ്ഞു, അതിന് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന അലർജിക് ടെസ്റ്റുകൾ. അലർജിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേ ടു ഡേ ബേസിസിൽ ജനറൽ മാനേജ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും സർ? നേരത്തെ നമ്മൾ പറഞ്ഞ അലർജനുകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് പ്രാരംഭഘട്ടത്തിലെങ്കിലും നമ്മളുടെ ചികിത്സയിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ അലർജിയും ആസ്മയുമുള്ള ആൾക്കാർ വീട്ടിലുള്ള പൊടി, മാറാല ഇതൊക്കെ തട്ടി വൃത്തിയായി സൂക്ഷിക്കുക. പലയിടങ്ങളിലും നമ്മളുടെ വീട്ടിൽ പൊടി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളുടെ ഒരുപക്ഷെ ചില വീട്ടുകളിൽ തട്ടിൻപുറമുണ്ടാവും. ആ തട്ടിൻപുറത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ കട്ടിലിനടിയിൽ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതേപോലെ കർട്ടൻസ്, ഇതൊക്കെ യഥാസമയം കൃത്യമായി അലക്കി ഉപയോഗിക്കുക. അതേപോലെ തന്നെ കഫം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ചില വസ്തുക്കളുണ്ട്. പാലുൽപ്പന്നങ്ങൾ, മധുരപദാർത്ഥങ്ങൾ, ബേക്കറി, എണ്ണയിൽ വറുത്ത പൊരിച്ച ഭക്ഷണങ്ങൾ, അമിതമായി സംസ്കരിച്ച പ്രോസസ്ഡ് ടിൻ ഫുഡ്സ്, ഇതൊക്കെ കുറക്കുകയും അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും ഇത്തരം അലർജിയുടെ ലക്ഷണങ്ങൾ കുറക്കാൻ വളരെയധികം സഹായകരമാണ്. അലർജിയുടെ ചികിത്സയിൽ ഹോമിയോപ്പതിക്കുള്ള ഒരു സ്കോപ്പ്, സാധ്യത എന്താണ്? അതേപോലെ ഹോമിയോപ്പതി എങ്ങനെയായിരിക്കും അതിന് ഹെൽപ്ഫുൾ ആയിട്ട് വരിക? നമ്മൾ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങൾ പ്രധാനമായിട്ടും അലോപ്പതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ ചികിത്സ എടുക്കുന്ന രോഗികൾ പലപ്പോഴും മരുന്നുകൾ വളരെയധികം കാലം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ച് ഹോമിയോപ്പതിയിൽ ഭൂരിഭാഗം ആളുകളിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏറെക്കുറെ പൂർണ്ണമായ രോഗവിമുക്തി സാധ്യമാണ്. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് അലോപ്പതി കഴിച്ചു വരുന്ന ഒരു അലർജിക് പേഷ്യന്റിന് ഇപ്പൊ ഹോമിയോപ്പതിയിലേക്ക് മാറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഹോമിയോപ്പതി ചികിത്സയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്
ഏകദേശം എത്ര കാലം എടുക്കും സർ? പൂർണ്ണമായിട്ട് ഹോമിയോപ്പതി ചികിത്സയിലേക്ക് മാറാൻ അത് രോഗത്തിൻ്റെ കാഠിന്യവും അതേപോലെ ഏത് തരം അലർജിയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് എന്നത് അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും പൊതുവെ. കാരണം സാധാരണയുള്ള ഒരു തുമ്മലോ ജലദോഷമോ മറ്റോ ആണെങ്കിൽ അത് 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ അലോപ്പത്തിക് മെഡിസിൻസ് പൂർണ്ണമായി നിർത്തി ഹോമിയോപ്പതിയിലേക്ക് നമുക്ക് പൂർണ്ണമായും ഹോമിയോപ്പതി മരുന്നുകൾ മാത്രം കഴിക്കാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് ആസ്മ പോലെയുള്ള വളരെ കാലമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവൃത്തി പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഡോസ് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് നിർത്തി പൂർണ്ണമായും ഹോമിയോപ്പതി ചികിത്സയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ജോയിനിങ് us. താങ്ക് യു.